1 year 1 CR ചലഞ്ച് എന്നത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത് അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എനിക്ക് വിജയിപ്പിക്കാൻ സാധിക്കാന്ന് അതിൻ്റെ പാതി വരെ 50% ഓക്കെ ആയിരുന്നു. ബട്ട് എനിക്കത് ഡേ ടു ഡേ നിങ്ങളിലോട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം അത് മാത്രം ഫോക്കസ് ചെയ്ത ഒരാളല്ലാത്തത് കൊണ്ടും അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ഏകദേശം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനത് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്രാവശ്യം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു തുടക്കം എന്ന് പറയാനായിട്ട് ഞാൻ എൻസൈൻ്റെ ലോഗോ ഒന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എൻസൈൻ്റെ ലോഗോ ആയിട്ട് വരുന്നത്. ഈ എൻസൈൻ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 1 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാരും എൻസൈനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ ഇപ്പോൾ 2019 എൻസൈൻ എന്നുള്ള ഒരു പേരിൽ ഞാൻ സ്ഥാപനം തുടങ്ങുന്നത്. അത് തുടങ്ങാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി 2017 തുടങ്ങിയിട്ട് 19 അത്യാവശ്യം കൊല്ലം സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 18 എന്നിട്ട് 19-20 കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. മലപ്പുറത്ത് ഞാനും അമീൻ സാറുമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തുടക്ക സമയത്ത് കോവിഡിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ആ സമയത്ത് അത് നമ്മൾ കുറച്ച് പ്രീമിയം ആൾക്കാരെ ഫോക്കസ് ചെയ്ത സമയത്ത് എൻസൈൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഒരു ചെറിയ സ്മാൾ സ്കെയിൽ ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയൊരു സാധനമാണ് എൻസൈൻ. പിന്നെ ഡിസ്റ്റൈൻ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എൻസൈൻ ഞാൻ വലുതായിട്ട് ഫോക്കസ് ചെയ്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം എൻസൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഈ നമ്മുടെ ഒരു സ്ഥലത്ത് ശ്രീരാംപുരം എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഈ അക്ഷയ സെൻറ്റർ കണക്ക്, അതായത് ജനസേവന പരിപാടി കണക്ക് ഒരു സംഭവം ഞാൻ സെറ്റപ്പ് ചെയ്തു. അതിന് ഞാൻ എന്ത് ചെയ്തു, എൻസൈൻ എന്നുള്ള ഒരു ബ്രാൻഡ് ആ ഒരു ഇതിനായിട്ട് ഞാൻ ചൂസ് ചെയ്തു. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം കഴിഞ്ഞ വർഷമാണ് വീഡിയോ പ്രൊഡക്ഷൻ സെപ്പറേറ്റ് ഒരു ബ്രാൻഡാക്കി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻസൈൻ എന്നുള്ള പേര് വീഡിയോ പ്രൊഡക്ഷന് വേണ്ടി ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ 1 വർഷത്തിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തു. കൂടുതലും സക്സസ്ഫുൾ പ്രൊജക്റ്റാണ്. ഇപ്പോൾ 100-ൽ 80% സക്സസ്ഫുൾ ആണെങ്കിൽ 20% നെഗറ്റീവുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. 20% നെഗറ്റീവുകൾ ഉണ്ടാവാനുള്ള കാര്യം ഔട്ടിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ചില ടേസ്റ്റുകൾ കണക്റ്റ് ആവുന്നതായിക്കോട്ടെ, ക്ലയൻറ്റ്സ് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിരുന്നതായിക്കോട്ടെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിഷ്വലൊക്കെ മിസ്സായി പോയ പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അത് 20% ഉള്ളൂ കേട്ടോ. 80% നമ്മൾ ഓക്കെയാണ്. അത്യാവശ്യം 50-60 പ്രൊജക്റ്റോളം ചെയ്തു കഴിഞ്ഞ 1 വർഷത്തിൽ കേട്ടോ. ഓക്കെ, അത് കൂടെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലയൻസിന് ഇപ്പോഴും കറൻറ്റ്ലി മന്ത്ലി ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻസൈൻ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിൻ്റെ ബിഹൈൻഡ് സീൻസ്, അതായത് അത് ഞാൻ വീണ്ടും റീബിൽഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ റീലോഞ്ച് ചെയ്യുവാണ്. അത് ഇന്ന് മുതൽ ചെയ്യുവാണ് എന്ന് പറയുന്നില്ല, ഒക്ടോബർ 13 മുതൽ ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു സമയം മുതൽ ഞാൻ അതിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ഞാൻ നിങ്ങളിലോട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് രീതികളും അതേ കണക്ക് തന്നെ അതിന് നമ്മളെടുക്കുന്ന സ്റ്റെപ്പുകളും ഒരു കുട്ടിയാണ്. ആ കുട്ടി വളർത്തുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ നാളെ ഇത് കണക്കൊരു ബിസിനസ് തുടങ്ങാം. ഞാൻ അതിന് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കാണുന്നില്ല. എനിക്ക് ഓൺ ക്യാമറമാനൊന്നുമില്ല, ഞാൻ ക്യാമറ ഒന്നും എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 0 ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, മാർക്കറ്റിംഗ് കോസ്റ്റ് ആവും. സോ എല്ലാവരും അസോസിയേറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, വെറും 10,000 രൂപയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്കും ഈ എൻസൈൻ്റെ ഇത് എന്നെ ഞാനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം കേരളത്തിൻ്റെ പലയിടങ്ങളിലും എനിക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കേരളം മാത്രമല്ല കേട്ടോ, ഇന്ത്യക്കകത്ത് പല സ്ഥലങ്ങളിൽ വീഡിയോ എഡിറ്റിംഗ് പുറത്ത് എബ്രോഡൊന്നും വരുന്നുണ്ട് നമുക്ക് 2-3 വർക്ക്സുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേൾഡ് വൈഡ് ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലോട്ട് എൻസൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾ ഞാൻ പറ്റുന്നത്ര വീക്കിലി 2 വീഡിയോസ് വെച്ചിട്ട് ഞാൻ എൻസൈൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി യൂട്യൂബ് ചെയ്തിട്ട് അതിൻ്റെ ബിഹൈൻഡ് സീൻസ് 1, 2, 3, 4, 5 അങ്ങനെ ഞാൻ നമ്പർ ഇട്ട് നിങ്ങളിലെത്തിക്കും. ഞാൻ അതും സീരിയസ്ലി പറയുന്നു, എൻസൈൻ എന്ന് പറഞ്ഞൊരു സ്മാൾ സ്കെയിൽ ബിസിനസ്സിനെ അത്യാവശ്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു വിഷനോടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിന് അത്യാവശ്യം വലിയ രീതിക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരത്തില്ല. സോ എൻ്റെ ഈ മാസ്റ്റേഴ്സ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1 CR തന്നെയാണ്. ഞാനെപ്പോഴും കഴിഞ്ഞ സെപ്റ്റംബർ 17-27 ഞാൻ ആ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ 17 40 ലക്ഷം അടുപ്പിച്ച് എനിക്ക് പറ്റുള്ളൂ. പക്ഷേ 2 കൂടിയാണ് കേട്ടോ, ഒരിക്കലും എൻസൈൻ മാത്രമല്ല, എനിക്ക് ഈസ എന്നുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോം കൂടി ചേർത്തിട്ടാണ്. കാരണം അത് അത്യാവശ്യം നല്ല പ്രോഫിറ്റായിരുന്നു. അത് ഒരു നഷ്ടമല്ല, നഷ്ടമെന്നല്ല, ക്ലാസ്സിന് ഒരു രീതിയിലും അതിന് നഷ്ടമെന്ന് പറയാനും പറ്റില്ല, അത് എനിക്ക് പ്രോഫിറ്റബിൾ അല്ല എന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഞാൻ തന്നെയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ ട്രെയിനിങ് അത് കണക്ക് തന്നെ ഒരുപാട് കഴിഞ്ഞ 1 വർഷത്തിൽ MSME ആയിക്കോട്ടെ, അത് കണക്ക് തന്നെ വുമൻസ് എൻ്റർപ്രനേഴ്സിൻ്റെ ആയിക്കോട്ടെ, പേഴ്സണൽ ട്രെയിനിങ് ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു.
അപ്പോൾ അത് ഒരു ഗ്രോത്ത് സ്റ്റേജ് തന്നെയാണ്, അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻസൈൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്നത്. അത് വീണ്ടും ഇങ്ങനെ കൊണ്ട് പോയിപ്പിക്കാൻ പറ്റും. ആ ഒരു പോകുന്ന രീതി ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു പോക്കത്തിൽ ഞാൻ നിങ്ങളിലോട്ടും കൂടി എല്ലാ കാര്യവും എത്തിക്കുന്നതാണ്. കാരണം അവർ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എൻസൈന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും കൂടെ ഉണ്ടാകണം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ബിസിനസ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇതിൽ കുറച്ച് ഞാൻ നോർമൽ ലൈസൻസ് എടുത്തിരിക്കുന്നത്, ലൈസൻസിൻ്റെ കാര്യം മുതൽ ഫുള്ള് ഞാൻ ഒന്നേന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യണം, എല്ലാം നിങ്ങളിലോട്ട് എത്തിക്കും. സോ ഓൾറെഡി എൻസൈൻ GST ഉണ്ട് കേട്ടോ. എൻസൈൻ സത്യം പറഞ്ഞാൽ എൻ്റെ പേർക്കുള്ള കമ്പനിയല്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിനെ പ്രൊമോട്ടർ എന്നുള്ള രീതിയിലോട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ. സോ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിലോട്ട് മാത്രം നിൽക്കുന്നു. അതിനെ മാർക്കറ്റ് ചെയ്ത് വിജയിപ്പിച്ച് ഒരു എന്താ പറയുക, ഈ ഒരു 1 CR എന്നുള്ള നമ്പറിലോട്ട് എത്തുമ്പോൾ ഞാനൊരു വീഡിയോ ഇടും. സോ അതുവരെ ഞാൻ വീഡിയോ എടുത്തില്ലെന്നല്ല, അതുവരെ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പം ബൈ, സി യു. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് വേണം. ഈ ലോഗോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ബിഹൈൻഡ് ദ സീൻസും കാര്യങ്ങളും അതിനുവേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ്. താങ്ക് യു.